ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. ചാനലിൻ്റെ പേര് വയനാടൻ VSK ഫാമിലി. നമ്മൾ ഫാമിലിയായിട്ട് ഇൻക്ലൂഡ് ചെയ്ത വീഡിയോസാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇതാ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കേട്ടോ, നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിന് ഹോസ്പിറ്റൽ കേസായിട്ട് അവൻ കൊണ്ടിരിക്കുക. മാനന്തവാടി എത്തിയിട്ട് ഇനി വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷയൊക്കെ കിട്ടി. ഹോട്ടലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഇതാ നമ്മളെന്നിട്ട് മാനന്തവാടി എത്തി അവനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൻ വെയിറ്റ് ചെയ്ത് കിടന്നിട്ടാണ് വണ്ടി ഇട്ടിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗാന്ധി പാർക്കിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുല്ലപ്പൊക്കെ കണ്ടപ്പോൾ മോള് പറഞ്ഞു മുല്ലപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മുല്ലപ്പൊക്കെ മേടിച്ച് പോയി. ഇപ്പോൾ ഇതാ മാനന്തവാടിത്തെ ഒരു ശിവക്ഷേത്രമാണ്, വടേരി ശിവക്ഷേത്രം. അപ്പോൾ ഇതാ മാനന്തവാടിലേക്ക് അമ്പലത്തിലേക്ക് കയറിക്കൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടിയൊക്കെ സൈഡാക്കി മോളിത് ഫസ്റ്റ് ഇറങ്ങി. പിന്നെ ഏട്ടനും മോനും കൂടെ ഇറങ്ങിയിട്ടോ, കാരണം മോൻ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. അപ്പോൾ കാറിൻ്റെ താക്കോലൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിട്ട് വീടെടുക്കുന്ന നമ്മൾ കരച്ചിലൊക്കെ കാരണം. ഇപ്പോൾ അമ്പലത്തിൽ കയറണമെങ്കിൽ കാലൊക്കെ കഴുകി വേണമല്ലോ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മളിതാ കാലൊക്കെ കഴുകി ഇങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ. നമ്മുടെ വടേരി അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മളിപ്പോൾ അങ്ങനെ കയറി, ഞാനും മോളും കൂടെ അങ്ങനെ കയറി. ആദ്യം മോളാണെങ്കിൽ ഭയങ്കര സ്ലോയിൽ കയറുന്നത്, ആ ഉടുപ്പ് ഇങ്ങനെ തട്ടുന്നതുകൊണ്ട് പിന്നെ പതുക്കെ കയറാണ്. അതാ അമ്പലത്തിലേക്ക് മഴ കാരണം വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ ചെറുങ്ങനെ. നമ്മളിങ്ങനെ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കണം മോളുടെയും മോൻ്റെയും പേരിൽ. അപ്പോൾ ഞാനിങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഏട്ടനാട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടി റെസീറ്റ് ഇതാക്കാൻ വേണ്ടി നിൽക്കാം ഞാനിപ്പോൾ അവിടെ. റെസീറ്റൊക്കെ കിട്ടി അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് തൊട്ടവാടി. അതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ കെടാവിളക്കാണ് കേട്ടോ അത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രണ്ടിലുള്ള കെടാവിളക്കാണിത്. പ്രസാദം വഴിപാട് കഴിപ്പിച്ചതിൻ്റെ പ്രസാദമൊക്കെയാണ്. പിന്നെ പുറത്തുള്ള ദേവന്മാരൊക്കെ പോയി തൊഴുത് അപ്പോഴത്തേനും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഉണ്ടോ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അവിടെയൊക്കെ വഴുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് നോക്കിയാണ് വരുന്നത്. വേഗം ഒന്ന് വണ്ടി കയറി വന്നത്. അപ്പോൾ മോനിടയ്ക്ക് കരയുന്നുണ്ട്, കുടയെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിതാ നന്ദിദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദിദേവൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയണമെന്നൊക്കെ പറഞ്ഞ് മടിയൊക്കെ അടിച്ചതാ ഉണ്ടോ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്ക് എത്തുന്നൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴത്തേനും മഴയൊക്കെ പെയ്ത് നല്ലപോലെ പെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളിതാ വണ്ടിയിലേക്ക് കയറണം കേട്ടോ. എന്താട്ടോ നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോകണേ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ മാനന്തവാടിയിൽ വെയിറ്റ് ചെയ്തിരുന്നോ. നമ്മളിപ്പോൾ അതാ വണ്ടിയിലിങ്ങനെ പോവാണ്. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൗണിലെത്തി ഫ്രണ്ട്സിനെയും ചേച്ചീനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു വ്ളോഗറാണ്. പിന്നെ 3 സ്റ്റാർസ് ഇൻ വയനാട് എന്നിട്ട് വരും. അപ്പോൾ ചേച്ചി നാളത്തേക്ക് വേണ്ടി പൂടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ മേടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ ഓണില്ല, അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലുണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിലില്ല. അപ്പോൾ അവർക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ പോയി. അവർക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യണമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മളും പോയി കേട്ടോ. മഹാമേളയിൽ നട്ടോ നമ്മൾ പോയത്. അവിടെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും കേട്ടോ. വീട്ടിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഏട്ടനാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ ചേച്ചീനോട് ബില്ലിങ് സെക്ഷനിൽ പോയി കേട്ടോ. അപ്പോൾ ഏട്ടൻ മോനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുക. അവനാണെങ്കിൽ അവിടുത്തെ കളറൊക്കെ കണ്ടിട്ട് ഓരോന്നിൻ്റെയൊക്കെ കളർ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുന്നത് കണ്ടോ. എന്തൊരു സ്ഥലമാണ്, നല്ല അടിപൊളിയാണിത്. സൺഫ്ലവറൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കണ്ടോ ടെഡി ബെയറിൻ്റെ സെക്ഷൻ. ടെഡി ബെയറൊക്കെ കാണണമായിരുന്നു. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ടെഡി ബെയറൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു മാല കണ്ട് 150 രൂപയുള്ളൂ, നല്ല അടിപൊളി മാല. മോനെ എന്താ എല്ലായിടത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഭയങ്കര ചിരിയൊക്കെ, ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മൾ പോവാട്ടോ. നടന്നു പോവാം. വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി അടുത്തേക്ക് പോവാം. വണ്ടിയിലേക്ക് കയറിയതാ അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും നല്ല കോട മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലെത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാ കേട്ടോ. കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മളുടെ അങ്ങനെ ഇതാ കേക്കൊക്കെ മേടിച്ചതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അവൾ ഭയങ്കര ഹാപ്പിയിലാണ്, കാരണം അവൾക്ക് കേക്ക് മതിയായിരുന്നു. ചേച്ചീൻ്റെ മക്കളും മാമൻ്റെ മോളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കേക്ക് കൊടുക്കുന്നുണ്ടാവും. മോനാണെങ്കിൽ അതെല്ലാവരും കണ്ടിട്ട് ഇതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, കൈ വെട്ടുന്നുണ്ടിട്ട് നോക്കുന്നത്. ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നതാ ഈ വീട്ടിൽ നിന്ന്. എന്താ എല്ലാവരും നോക്കുകയാണ്. അപ്പം കസിനുണ്ട്, അവനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത് മോനിങ്ങനെ ഇതാക്കുന്നുണ്ട്, ഇത് ചിരിക്കുന്നുണ്ടോ. എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുകയാണ് മോള്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ നോക്കുന്നുണ്ട്, മോന് കിട്ടുന്നത്. അപ്പോൾ ഏട്ടനിങ്ങനെ ചെറിയത് ഇച്ചിരി എടുത്തിട്ട് മോൻ്റെ വായിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അധികം അങ്ങനെ നമുക്ക് കേക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. അത് മോളിതാ ഓരോരുത്തർക്കായിട്ട് കേക്ക് വായിലിങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര ഹാപ്പി, കാരണം അവൾക്ക് കേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ടൗണിൽ നിന്നൊക്കെ എനിക്ക് എപ്പോഴാണ് കേക്ക് മേടിക്കുന്നത്, സമയമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ഇതാ ചേച്ചി അനിയനും തമ്മിൽ ഇത് ഭയങ്കര കളിയാണ് കേട്ടോ. അവൾ ഓരോന്ന് കാണിക്കുക, അതിൻ്റെ ഇടയിൽ ഭയങ്കര ചിരികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.